പത്തനംതിട്ട കോന്നി CFRD കോളേജിന്റെ വാട്ടർ ടാങ്കിൽ ചത്ത പാമ്പിനെയും ഉടുമ്പിനെയും കണ്ടെത്തി. കോളേജ് 2 ദിവസത്തെ അവധി നൽകി. കോളേജ് പരിസരം കാടുപിടിച്ച് കിടക്കുന്ന നിലയിലാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രദീപ് പറഞ്ഞു. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പകർച്ചവ്യാധികൾ സംസ്ഥാന വ്യാപകമായിട്ട് പടർന്നു പിടിക്കുകയാണ്. ഇപ്പോൾ ഷിഗല്ല അടക്കമുള്ള പലവിധമായിട്ടുള്ള പകർച്ചവ്യാധികൾ പലതരത്തിൽ പല ആളുകളെ ബാധിക്കുന്നുണ്ട്, മരണമടക്കം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യക്തി ശുചിത്വം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടണമെന്ന് ആരോഗ്യവകുപ്പ് നിരന്തരം ആവർത്തിക്കുന്നിടയിലേക്കാണ് ഇപ്പോൾ കോന്നി CFRD കോളേജിൽ നിന്ന് ഒരു വിവരം വരുന്നത്. ഇവിടെ ഏതാണ്ട് 160-ലധികം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. ഈ ക്യാമ്പസിൽ കുട്ടികൾ മുഖം കഴുകാനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഒരു സ്മെല്ല് അനുഭവപ്പെട്ടത്. അങ്ങനെ ആ വെള്ളത്തിന് മറ്റൊരു ദുർഗന്ധം വന്നതോടുകൂടി കുട്ടികൾ വാട്ടർ ടാങ്കിൽ പോയി പരിശോധിച്ചപ്പോഴാണ് ഇതിനകത്ത് ഈ ചത്ത പാമ്പും അതുപോലെ തന്നെ ഈ പറയുന്ന ഉടുമ്പിനെയൊക്കെ കണ്ടത്. എന്തായാലും ആ ഉടുമ്പിനെയും ചത്ത പാമ്പിനെയൊക്കെ അവിടുന്ന് മാറ്റാനുള്ള ക്രമീകരണം ബന്ധപ്പെട്ട അധികൃതർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ പറയുന്നത് CFRD കോളേജിൽ വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് കുട്ടികൾ പറയുന്നത്. ഇപ്പോൾ ഈ കോളേജിൽ പ്രശ്നം എന്താ നിങ്ങൾ നേരിടുന്ന? മെയിനായിട്ട് ഇവിടെ വഴിയില്ല, നല്ലൊരു വഴിയില്ല. പിന്നെ വാട്ടർ ടാങ്കിൽ തന്നെ ഇപ്പം പാമ്പും അങ്ങനെ ഉടുമ്പും ഒക്കെ ചത്ത് കിടക്കുക, നല്ലൊരു വെള്ളം പോലും ഇല്ല. കഴിഞ്ഞ ആഴ്ചയും വെള്ളമൊന്നും ഇല്ലായിരുന്നു, ഉച്ചയ്ക്ക് ക്ലാസ്സൊക്കെ ഇട്ട്. അതൊക്കെ മെയിനായിട്ടുള്ള പ്രശ്നം. ഇതിപ്പോൾ ഈ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അവധി കൊടുത്ത് രക്ഷപ്പെടുന്ന ഒരു സമീപനം ബന്ധപ്പെട്ട അധികൃതർ ചെയ്യുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ കുട്ടികൾക്കുണ്ട്. വെള്ളം ഉപയോഗിച്ച് മറ്റേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ? പലർക്കും ചൊറിച്ചിലും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ വേണ്ടത്ര അടിയന്തരമായ ഫെസിലിറ്റീസായിട്ടൊന്നും ഇവിടെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ പലവിധമായിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഈ കുട്ടികൾ ഇവിടെ മുഖം കഴുകാനും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിലെ വെള്ളത്തിൽ നിന്ന് ഈ ചത്ത പാമ്പിനെയും ഉടുമ്പിനെയും ഒക്കെ കണ്ടെത്തിയത്. ഈ ഉടുമ്പും പാമ്പ് മാത്രമല്ല മറ്റു പല തരത്തിലുള്ള ഈ ചെറിയ പറയുന്ന സാധനങ്ങളുമൊക്കെ ഈ പറയുന്ന വാട്ടർ ടാങ്കിൽ ഉണ്ട് എന്ന കാര്യമൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. എന്തായാലും കോളേജ് അധികൃതർ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിന് പലവിധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ബന്ധപ്പെട്ട അധികൃതർ പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും കോളേജിന് 2 ദിവസത്തെ അവധി നൽകിയിരിക്കുകയാണ്. മറ്റ് കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇനിയിപ്പോൾ കോളേജ് തുറക്കുക. പക്ഷെ അപ്പോഴും കുട്ടികൾ പറയുന്നത് ഒരു താൽക്കാലിക ആശ്വാസമല്ല വേണ്ടത്, അടിയന്തരമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോന്നി CFRD കോളേജിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.